അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പൊന്നു മക്കളുടെ ഒരവസ്ഥ, ഈ കാണുന്ന ഒരു ദൃശ്യം നോക്ക്. മക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയി, സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് തൻ്റെ മക്കൾ പഠിച്ച് ഒരു ഉയർന്ന നിലയിൽ എത്തണമെന്നുള്ള നല്ല ആഗ്രഹത്തോടു കൂടി പൊന്നുമക്കൾക്ക് വേണ്ടി അവർ ജീവിക്കുകയാണ്. അവർ വലിയ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ജോലികൾ കണ്ടാൽ ചിലപ്പോൾ സങ്കടപ്പെടുന്നു. കാരണം അവർ ഇത്രയും കഷ്ടപ്പെടേണ്ട, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ ജീവിതം അവർക്ക് മുന്നോട്ട് നീക്കാൻ ഇത്ര വലിയ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഒരാവശ്യവുമില്ല. അവർ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ മക്കൾ ഒരു ഉയർന്ന നിലയിലെത്തണം, അവർക്ക് ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. എന്നാലോ ആ മക്കൾ തിരിച്ച് മാതാപിതാക്കളോട് കാണിക്കുന്ന കാഴ്ചകൾ നോക്കൂ. കോളേജുകളിലേക്കെന്നും സ്കൂളിലേക്കും എന്ന് പറഞ്ഞു പോയ മക്കൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് എത്തുന്ന സമയത്ത് കൃത്യമായി വീട്ടിലേക്ക് എത്തും. മാതാപിതാക്കൾ അത് അറിയുക പോലുമില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ കൃത്യമായി സ്കൂളിലെത്തിയോ ഇല്ലേ എന്നുള്ളൊരു പരിശോധന നാം നടത്തേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള മക്കൾ വീട്ടിൽ വന്ന് നടിക്കുന്ന നാടകീയം വളരെ കരുതലോടുകൂടി, കാരണം മാതാപിതാക്കൾ ഒരു രീതിയിലും സംശയം വരാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ആ പെരുമാറ്റം കാണുമ്പോൾ ആ മാതാപിതാക്കൾ അങ്ങ് അന്ധമായി വിശ്വസിക്കും. ആരെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും അവർ ആ ശ്രദ്ധയിൽപ്പെടുത്തിയവരെ അവഗണിക്കുന്നവരുണ്ട്. അവസാനം പിന്നെ മകൾ പോയി നഷ്ടപ്പെട്ടു, ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരവസ്ഥയിലേക്കാണ്. നമുക്ക് ഈ അടുത്ത് തഹജ്ജുദൊക്കെ നമസ്കരിച്ച പൊന്നുമോള് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തില്ല. ഏതോ ഒരു ഹൈന്ദവ സഹോദരൻ്റെ കൂടെ ഒളിച്ചുകൂടി നാം വാർത്ത കേട്ടത്. അങ്ങനെ എത്രയാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നോക്കൂ, ഒരു മനുഷ്യൻ്റെ മനസ്സ്, ഹൃദയം, കൽബ് എന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. നമുക്ക് വിചാരിക്കും അവനാണ് അവളാണ് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. കാരണം നമ്മുടെ മക്കളിലും അത്തരത്തിലുള്ള ചിന്തകൾ വരാമല്ലോ. കൽബിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് കുഞ്ഞു മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ സബ്ബിത് ഖുലൂബന അലാ ദീനിക്, ദീനിൻ്റെ മേലെ എൻ്റെ പൊന്നുമക്കളുടെ ഹൃദയം നീ അടിയുറച്ച് നിർത്തണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ പൊന്നുമക്കൾക്ക് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് നിരന്തരമായി ദുആ ചെയ്തതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കൂ, ഓരോ കുട്ടികൾ വീട്ടിൽ നിന്ന് വളരെ മാന്യമായി ഇറങ്ങിപ്പോകുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നത് ചിലപ്പോൾ മാതാപിതാക്കളെയും കുടുംബത്തെ വഞ്ചിച്ചു കൊണ്ടായിരിക്കും. മാതാപിതാക്കളാണെങ്കിലോ ഈ മക്കൾ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യും. ഇത് ഒരു ദൃശ്യമല്ല, എത്രയോ സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മത വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ശരീഅത്ത് സ്ഥാപനം പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ പോലുമാണ് ഇത്തരത്തിലുള്ള ദുഃഖ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നത്. ആ ഒരു സ്ഥലത്തുനിന്ന് പോലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എത്ര വലിയ സങ്കടമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും നല്ല ചില ആളുകൾ, എന്നാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് അത് അനിവാര്യമാണ്. അതോടൊപ്പം ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ദുആകൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദുആ ഇൽഹാം, ദുആ എന്നുള്ളത് വാശിയോട് കൂടിയുള്ള ദുആ ആയിരിക്കണം. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്നുള്ള ദുആ വാശിയോട് കൂടിയുള്ള ദുആ ആയിരിക്കണം. പിന്നെ മക്കളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അത് എങ്ങനെയാണ് എന്ന് കൃത്യമായി അറിയണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിൻ്റെ ദീൻ അറിയണമെങ്കിൽ നിൻ്റെ സുഹൃത്തിനെ അറിഞ്ഞാൽ
കൃത്യമായി നിൻ്റെ ദീൻ ഏതാണെന്ന് പറയാൻ പറ്റുന്നത്. മോശമായ കൂട്ടുകെട്ടാണെങ്കിൽ തീർച്ചയായും മക്കൾ അപകടത്തിലേക്ക് എത്തും, അതിൽ സംശയമില്ല. മത്തായ ഹബീബ പഠിപ്പിച്ചത് നല്ല കൂട്ടുകാരനെ ഈ മോശമായ കൂട്ടുകാരനെ ഒരു ഉപമ, ഒരു ഉദാഹരണം അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് സുഗന്ധം ചുമക്കുന്നവനോടും കൊള്ളിയിൽ ഊതുന്നവനും തീയിൽ ഊതുന്നവനെ കുറിച്ച്. കാരണം സുഗന്ധം ചുമക്കുന്നവൻ്റെ അരികിൽ പോയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് സുഗന്ധം കിട്ടും, പിന്നെ ഒന്നും അദ്ദേഹം തന്നില്ല എന്ന് വിചാരിക്കും, എന്നാൽ നല്ല ഗന്ധം, നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. എന്നാൽ മറ്റാളടുത്ത് പോയാൽ ചിലപ്പോൾ നശിഞ്ഞു പോകും. അയാൾ ഒന്നും തന്നില്ലെങ്കിൽ തീ പൊരിയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പടരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ അടുത്ത് ഇരുന്നാൽ പോലും നമുക്ക് ദോഷം ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് മജ്ലിസു സ്വാലിഹീങ്ങളുടെ അരികിലിരിക്കുക, സ്വാലിഹീങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത് നമ്മുടെ ഇരുലോക വിജയത്തിന് വലിയ മാതൃകയാണ്. സ്വാലിഹീങ്ങളുടെ അടുക്കൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ, അതുപോലെ സ്വാലിഹായ കൂട്ടുകെട്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൂട്ടുകെട്ട് മോശമായാൽ പിന്നെ നാം വളരെ മോശപ്പെട്ടവരിൽ ഏറ്റവും വലിയ മോശപ്പെട്ടവരായി മാറും. അതുകൊണ്ട് നമ്മുടെ പൊന്നുമക്കളുടെ കൂട്ടുകെട്ട് വളരെ കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. ആ പൊന്നുമക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന, ദുആ, ഇൽഹാം, വാശിയോട് കൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നാം അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുരന്തം അനുഭവിച്ചതിൻ്റെ ശേഷം പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുഖ്റമീങ്ങളുമാക്കട്ടെ. ഇരുലോകത്ത് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.